എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന വിശക്കുന്ന വേഗനൊരു പൊതുച്ചോദന ജീവകാരുണ്യ അന്നദാന പദ്ധതിയോടെ ആരംഭിക്കുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ ആഴ്ചയിൽ 1, 2, 4, 5 ദിവസങ്ങളിലൊക്കെ ഉള്ള ആഴ്ചകളുണ്ട്. മാത്രമല്ല ഓണത്തോടനുബന്ധിച്ച് ജനകീയ ഓണസദ്യയും വിഷുവിനോടനുബന്ധിച്ച് ജനകീയ വിഷുസദ്യയും അതുപോലെ തന്നെ പെരുന്നാളുകളിനോടനുബന്ധിച്ച് ക്രിസ്മസിനോടനുബന്ധിച്ചുമൊക്കെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ച ഇന്ന് ആരും സ്പോൺസർമാരില്ല എങ്കിലും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് ഇന്ന് നടത്തുകയാണ്. യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് കൺവീനറായി പ്രവർത്തിക്കുന്ന ആരാധനായ മുരളീധര കേന്ദ്ര സ്നേഹത്തോടുകൂടി. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ മാതിരി 10 വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന പദ്ധതി ഈ വേദിയിൽ വെച്ച് നടത്തുകയാണ്. നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുതാര്യമായ രീതിയിൽ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നുമില്ല. ചേംബർ ഓഫ് കൊമേഴ്സ് തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത്. അതും പായസത്തോടുകൂടി തന്നെയാണ് ഈ അന്നദാനോട് നടത്തുന്നത്. ഒരു പ്രത്യേക അറിയിപ്പുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണത്തിൻ്റെ സദ്യ ഇത്തവണ നമ്മൾ സാധാരണ എല്ലാ കൊല്ലവും കിഴക്കേ നടയിലുള്ള വസ്തുമൻ ടീച്ചറെ വീട്ടിൽ വെച്ച് നടത്താറ്. പക്ഷേ ഇത്തവണ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൈരളി ജംഗ്ഷനിലുള്ള മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ അന്നദാനം നടത്തുന്നത്. ഞാൻ ഓണസദ്യ നടത്തുന്നത് ടീച്ചറുടെ വീട്ടിൽ ചില മരണം സംബന്ധിച്ചുള്ള അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വേദി മാറ്റേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ 25-ാം തീയതി നമുക്ക് ഇവിടെ അന്നദാനം ഉണ്ട്. അതായത് ഉത്രാടത്തിൻ്റെ അന്ന് നമുക്ക് അന്നദാനം ഉണ്ട്. ആ അന്നദാനത്തിൻ്റെ സമയത്ത് നമ്മളിവിടെ ടോക്കൺ തരുന്നതായിരിക്കും. ആ ടോക്കൺ കൊണ്ട് വരുന്നവർക്ക് മാത്രമേ മാതാ കമ്മ്യൂണിറ്റി ഹാളിലുള്ള സദ്യയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സദ്യയിലും അന്ന് നമുക്ക് ഓണപ്പട കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അത് രണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ 25-ാം തീയതി ഇവിടെ സദ്യ ഈ അന്നദാനം മേടിക്കാൻ വരുന്നവർ ടോക്കണും കൂടി മേടിച്ച് പോകണം. ആ ടോക്കണും കൊണ്ട് 26-ാം തീയതി ഓണത്തിന് വന്നാലാണ് നമുക്ക് ആ സദ്യ അവിടെ കിട്ടുള്ളൂ. എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രജി ചങ്കത്ത്, ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി, പൈതൃകം ഗുരുവായൂരിൻ്റെ കോർഡിനേറ്റർ, ജീവ ഗുരുവായൂരിൻ്റെ കോർഡിനേറ്റർ മുതലായ സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുരളി അകമ്പടി ഗുരുവായൂർ കൃഷ്ണട്ടങ്കലി ആശാനാണ്. നമ്മുടെ അന്നദാനത്തോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുന്ന വസ്ത്രദാനത്തിൻ്റെ കൺവീനറാണ്. മുരളി ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ പ്രേംജി ഗുരുവായൂർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. പ്രേംജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാമനുണ്ട്, ജയനുണ്ട്, 2 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ സിസ്റ്റമുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു 500 രൂപ നമുക്ക് ഇന്നൊരു ജയ പാലക്കാട് നിന്നൊരു ജയശ്രീ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷവേദിയിലേക്ക് അഡ്വക്കേറ്റ് രവി ചൗധരി ക്ഷണിച്ചോളൂ. ഈ പറഞ്ഞ പോലെ അടുത്ത ജനകീയ ഓണസദ്യ മാതാ കമ്മ്യൂണിറ്റി ഹാളിലാണ്. വീണ്ടും പറയുന്നു, കൈരളി ജംഗ്ഷൻ, നമ്മുടെ മമ്മിയുടെ അടുത്തുള്ള കൈരളി ജംഗ്ഷൻ്റെ മാതാ കമ്മ്യൂണിറ്റി ഹാൾ. എല്ലാവരെയും ആഗസ്റ്റ് 26-ന് രാവിലെ 9 തൊട്ട് 11 മണി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നിർത്തും. അപ്പോൾ എല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ജയനാണ്. ഇതൊക്കെ നാളെ ഭക്ഷണമുണ്ട്. ജയൻ നമ്മുടെ ഒപ്പം ഓട്ടോറിക്ഷ ഓടിച്ച് മാത്രമല്ല എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന അദ്ദേഹത്തെ ക്ഷണിക്കും. പറയണ്ടല്ലോ ഒരെണ്ണ എന്നുള്ളത് കേട്ടോ. ഒരാളിന്ന് രണ്ടാമതിന് നിൽക്കണ്ട. നാളെ ഉണ്ട് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഒന്ന് അല്ല എങ്ങനെയുണ്ട് പിന്നെ വസ്ത്രം ഉണ്ടല്ലോ. ആണുങ്ങളവിടെ അറിയില്ല. ഞാൻ ഇത് കൊടുക്കാം. ഇത്തിരി കൂട്ടാൻ എടുത്തോളൂ. ഒരെണ്ണം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ എത്തിച്ചേർന്നാൽ അത് കൃത്യമായ കരങ്ങളിൽ തരും. ഇന്ന് വേലായുധനാണ്, പൈതൃകത്തിലെ KK വേലായുധനാണ് വസ്ത്രം ദാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടാവും. ഞാൻ അതൊന്ന് ചോദിക്കട്ടെ. ചായ ആള് വരണം. ഇത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തരും. ഞാൻ അങ്ങോട്ട് വരാം. അവിടെയൊക്കെ കൊടുത്താൽ കൊടുത്തല്ലേ? അത് കൊടുത്താ
മുരളി വാക്സിൻ മേടിക്കും ഇവിടെ. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.